ആ പാലത്തിന്റെ അവിടെ ഉള്ളവരെ മാറ്റി നിർത്താൻ പറ. ഷോട്ടെടുക്കാൻ സമയമായി. ഒന്ന് പറയടോ, മാറ്റി നിർത്താൻ പറ. മോന്റെ പേരെന്താ? കൃഷ്ണൻ നായർ. ഈ കൊച്ചിന്റെയോ? അതെ, ജയന്റെ ശരിക്കുള്ള പേരാ കൃഷ്ണൻ നായർ. ഞങ്ങൾ ഇവന് വീട്ടിൽ കിച്ചു എന്നാ വിളിക്കുന്നത്. ഇവന് സൈക്കിൾ ചവിട്ടാൻ അറിയാവോ? ഇല്ലേ? അവനില്ലെന്നാണല്ലോ പറഞ്ഞത്. അതവൻ വെള്ളത്തിൽ ചവിട്ടൂല, കരയെ ചവിട്ടും. ഇവിടെ നേരെ നോക്കി ചവിട്ടണം. എനിക്ക് സൈക്കിളോട്ട് പഠിക്കണ്ട. സൈക്കിളോട്ട് പഠിച്ചാലേ സിനിമയിൽ അഭിനയിക്കാൻ പറ്റൂ. എനിക്ക് സിനിമയിൽ അഭിനയിക്കണ്ട അച്ചായി. നേരെ നോക്കി ഓടിക്കണം. എനിക്ക് പേടിയാ. നേരെ 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 നോക്കി ചവിട്ട്. മോനെ കിച്ചു, മോനെ അയ്യോ ചോര. പറഞ്ഞില്ലേ എനിക്ക് സിനിമയിൽ അഭിനയിക്കണ്ടെന്ന്. അയ്യോ നെറ്റി പൊട്ടി ചോര വന്നല്ലോ മോനെ. ടീച്ചറെ, കൃഷ്ണന്റെ അച്ഛൻ വന്നിട്ടുണ്ട്. കൃഷ്ണനോട് ഓഫീസിലേക്ക് ഒന്ന് ചെല്ലാൻ പറഞ്ഞു. കൃഷ്ണൻ സ്റ്റാൻഡപ്പ്. ഇതിൽ ഏത് കൃഷ്ണനാ? കറുത്ത കൃഷ്ണൻ. ഇങ്ങനെയാണ് ഒരു കുട്ടിയെ പറ്റി പറയുന്നത്? പേര് പറയുമ്പോ ഇൻഷിൽ എടുത്ത് പറഞ്ഞ പോരെ? എന്റെ പൊന്നു ടീച്ചറെ, കൊച്ചിന്റെ അച്ഛൻ തന്നെയാ കറുത്ത കൃഷ്ണൻ എന്ന് പറഞ്ഞത്, അല്ലാണ്ട് ഞാനല്ല. വെറുതെ ഉച്ചയ്ക്ക് ഗ്യാസ് കയറിക്കുന്ന സമയത്ത് എന്റെ പുറത്തേക്ക് നിൽക്കുക. ലോകം മുഴുവൻ എന്നെ കളിയാക്കിയപ്പോഴും എൻ്റെ അച്ഛനെന്നെ അങ്ങനെ വിളിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അതോടെ അച്ഛനും എൻ്റെ മനസ്സിൽ നിന്നും മെല്ലെ അകലാൻ തുടങ്ങി. ഹലോ, ഞാൻ ദാസപ്പൻ. രാജാവാ, ബാ കളിക്കാം. എനിക്ക് ഈ രാജകുമാരി മതി. ഈ രാജകുമാരി മാറ് മാറ് മാറ്, ഞാൻ തീരുമാനിച്ചോളാം. ആ മാലിങ്ങനെ ഈ രാജകുമാരനെ ഈ രാജകുമാരി. അയ്യേ, എനിക്കൊന്നും വേണ്ടി കാട്ടുമാക്കാൻ. അല്ലേ ഈ രാജകുമാരി ഇത് മതി. എനിക്ക് വേണ്ടതിനാ. വേണ്ട വേണ്ട, ഈ രാജകുമാരൻ മതി. എനിക്ക് വേണ്ട ഈ രാജകുമാരൻ. എനിക്ക് ഈ മാല ഇറയുന്നു. എനിക്ക് വേറെ വെളുത്ത രാജകുമാരൻ. ഒരാണിൻ്റെ കുറവ് ഒരു പെണ്ണ് പറഞ്ഞു കഴിയുമ്പോഴാണ് അതൊരു വലിയ കുറവാണെന്ന് നമ്മൾ സ്വയം തിരിച്ചറിയുന്നു. ഗോപി, എന്താ സാർ? എടോ, ഞാൻ നായകന്റെ ചെറുപ്പത്തിൽ പറ്റിയ കുട്ടിയല്ലേ പറഞ്ഞേ? ഇതൊരുമാതിരി മുഖത്തൊക്കെ വെട്ടും കുത്തുമൊക്കെ ആയിട്ട്. അത് മേക്കപ്പ് ചെയ്ത് മാറ്റാൻ പറ്റില്ല സാർ. എടോ, ഒരു ഭംഗിയുള്ള കുട്ടിയാ വേണ്ടത്. ശരി സാർ. ഇവരെയൊക്കെ പറഞ്ഞു വിടറോ. സാർ, ഞങ്ങൾ പൊയ്ക്കോളാം. എന്താടാ അവന് സിനിമയിലെടുത്താ? എവിടെ? അതൊന്നും നടപടിയാവണ കേസല്ലടാ. ഞാൻ ആ കളിയൊക്കെ വിട്ടു. വെറുതെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കിടാന്നല്ലാതെ അവനെ കൊണ്ട് അതൊന്നും പറ്റൂന്ന് എനിക്ക് തോന്നണില്ലടാ. കറക്റ്റ്. ഇപ്പോഴെങ്കിലും നിനക്ക് ബോധം വന്നല്ല. അവൻ കൊച്ചല്ലേ. ഒരു കൊച്ചു തുമ്പിയെ കൊണ്ട് സിമന്റ് ചാക്ക് ചുമപ്പിക്കാമോ? അത് ചുമക്കില്ല. ചുമക്കത്തേ ഉള്ളൂ. നീയാണ് 4 ലക്ഷം പഠിപ്പിക്കാൻ നോക്ക്. അപ്പൊ ഇന്ന് ഈ കളിയാക്കണ നാട്ടുകാരൊക്കെ ഒരു ദിവസം അവന് വേണ്ടി കൈയടിക്കും. നീയൊക്കെ സ്കൂളിൽ വരുന്ന ലേബൽ കളിക്കാനാണോ? കൈ നിന്നോടൊക്കെ ഞാൻ പറഞ്ഞേക്കാം, ഇനി ആരെങ്കിലും ക്ലാസ്സിൽ ലേബൽ കൊണ്ടുവന്ന് അറിഞ്ഞാ അടിച്ച് ഞാൻ തുട പൊട്ടിക്കും. പോയിടാ. സാറ് എന്നെ പിടിച്ച സ്ഥിതിക്ക് എനിക്കൊരു കാര്യം പറയാം. എന്റെ മാത്രമൊന്നുമല്ല, ദാസപ്പന്നയിലൊക്കെ നിറച്ച് ലേബലാ. ദാസപ്പ, എവിടാ ലേബല്? ആ കണ്ണടയാ കുമേഷ് പിപ്പിയുടെ സാറേ. നാളത്തെ പരീക്ഷയ്ക്ക് നീയൊക്കെ എന്നതാ കാണിക്കുന്ന എനിക്കൊന്ന് അറിയണം. പരീക്ഷയ്ക്ക് കാണിക്കണെന്ന് എഴുതിയാ പോരെ. സഹോ, വല്ലതും അറിയാമോ? ഞാനൊരു മാങ്ങത്തിലും പഠിച്ചിട്ടില്ല. സഹോ,
ക്ലാസ്സിൽ കയറാതെ മതിലിയാടിയും മാത്തയിൽ ഇറങ്ങും സകല ഉഴപ്പേക്ക് നടന്നാലും അവസാനം പരീക്ഷ വരുമ്പോ ഫുൾ മാർക്ക് മേടിക്കുന്നിടത്തിന് എല്ലാ കൂട്ടുകാരുടെ ഇടയിലും ഉണ്ടാവും. നമ്മുടെ കൂട്ടത്തിൽ അത് ആരാന്നറിയാമോ? ആരാണ്? ഒരു കയറുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ കെട്ടുന്നെങ്കിൽ ചത്തേനെ. എടാ 2 പേരുണ്ടാ? എന്താടാ? എടാ 2 പേരുണ്ടാ? വിജി 2 പേരുണ്ടാ? നിന്റെ എടാ 2 പേരുണ്ടാ? അയ്യോ എടി 2 പേരുണ്ടാ? എടാ 2 പേരുണ്ടാ? 2 പേരുണ്ടാ? 2 പേരുണ്ടാ? നിന്റെ ഉണ്ടാടി ബോക്സ് ആട്ടെ. കർത്താവേ, ശിവനെ, പഠിച്ചോനെ, കാത്തോണേ. സാർ പേപ്പർ. സാറേ വേറെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാ? ഇതിലൊന്നും എനിക്കറിയാൻ പാടില്ല. അവിടെ ഇരിയടാ. ഈ ക്ലാസ്സിൽ തീ പിടിച്ചാൽ മതിയായിരുന്നു. സമ്പൂർണ്ണ വിജയം പ്രതീക്ഷിക്കുന്ന സ്കൂളായത്. നീ ഒറ്റ ഒരുത്തന അതിന് ഭീഷണി. ഇതെന്തത് കണ്ട? കണക്ക് പരീക്ഷക്ക് വൃക്കയുടെ പടം. കൊള്ളാം. നിനക്കൊന്നും വേറെ ഒരു കഴിവില്ലാന്ന് എനിക്കറിയാം. പഠിത്തത്തിലെങ്കിലും ഒന്ന് ശ്രദ്ധിക്കടാ. സൈലൻസ്. മനുഷ്യനെ കോപ്പി അടിക്കാൻ സമ്മതിക്കൂലേ? താനൊക്കെ എന്തിനാടോ സ്കൂളിൽ വരുന്നത്? കഞ്ഞിയും പയറും ഉണ്ടെന്ന് കരുതി സഞ്ചി തൂക്കി ഇറങ്ങിക്കോളും. ഒരു വാഹം പഠിക്കത്തില്ല. പോയിരിക്കെ ബിബിൻ ജോസ്. 53. എടാ ക്ലാസ്സിൽ മൊത്തം ഉഴപ്പിടന്നിട്ടും പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് പഠിക്കണം മറ്റേ കൂട്ടുകാരനോട്. അവൻ ക്രിസ്മസ് പരീക്ഷയ്ക്കല്ല, കൊല്ല പരീക്ഷയ്ക്ക് മേടിക്കുള്ളൂടാ. എങ്ങനെയാടാ അവിടെ? ഗെറ്റ് ഔട്ട്. എന്റെ പഴയ നെക്സ്റ്റ് സോളം നേടിപ്പിക്കരുത്. ഞാൻ വെറും എടങ്ങേറ് പേഴ്സണാ. എന്താ പറഞ്ഞത്? ഇവളെ ഇന്ന് ഞാൻ ശരിയാക്കി തരാം. എടി എന്താണ് പറഞ്ഞത്? കല്യാണം കഴിഞ്ഞിട്ട് 10-20 വർഷമായി. ഇപ്പോഴും അമ്മ എന്നാ പറയുന്നത് അച്ചായിക്ക് മനസ്സിലാവുന്നില്ലേ? ഈ 20 വർഷമായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. മിണ്ടാൻ മേലാത്താണെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ കെട്ടിയേ? കല്യാണം കഴിഞ്ഞുള്ള ലൗകിക ജീവിതത്തിൽ ഒച്ചപ്പാടും ബഹളമൊന്നും വേണ്ടല്ലോ എന്ന് കരുതി ഒരു മിണ്ടാപ്പാണിനെ അന്വേഷിച്ച് തേടി പിടിച്ച് കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചതാണ്. പക്ഷെ ഇവളിങ്ങനെ ആംഗിക ഭാഷയിൽ എന്റെ തള്ളക്കുളിക്കൊന്നും അറിയാൻ പാടില്ല. ഇപ്പെന്താ പറഞ്ഞേ? അതുകൊണ്ടൊന്നുമല്ല അമ്മ കെട്ടിയത്. പോലീസുകാർ ഇടിച്ചു പിഴിഞ്ഞു പുഴുങ്ങിയെടുത്തയാളെ വേറെ ആര് കെട്ടാനാന്ന്? ഞായറാഴ്ച അമ്മാവനൊക്കെ വരുന്ന കാര്യം അമ്മ പറഞ്ഞേ. അവര് വന്നിട്ട് പോട്ടെ ചായി. നിനക്കറിയില്ല നിന്റെ മാമന്? കട്ടപ്പന ചന്തപിജിന്ന് നേരത്ത് 10 രൂപയുടെ വയറ് പൊട്ടിയ ചാളയും വാങ്ങിച്ച് അതിലൊരു ചാള പൂച്ച എടുത്തിട്ട് പോയപ്പോ ആ പൂച്ചയുടെ പുറകെ 5 കിലോമീറ്റർ ഓടി അതിനെ പിടിച്ച് മലത്തിയടിച്ച് വയറ്റിൽ ഇക്കല് കാണിച്ച് അത് കക്കിച്ച് എന്നിട്ട് ആ ചാള കൊണ്ടുപോയി കുടമ്പുളിട്ട് കറി വെച്ച മരം കൊത്തി മോറനാണ് നിന്റെ മേമൻ. അഥവാ എന്റെ നാറി അള്ളിയൻ. എന്താ പറഞ്ഞത്? ഇപ്പെന്താ പറഞ്ഞത്? അമ്മാവനൊക്കെ എന്തായാലും വരും. അച്ഛനെ പറ്റില്ലെങ്കിൽ ഇവിടുന്ന് മക്കളെ. എന്താടി പറഞ്ഞത്? അടുത്തതിന്റെ കാണാക്കൊച്ചി നോക്കട്ടെ. അളിയ വന്നോട്ടെ, നിന്റെ ആളെ വന്നോട്ടെ, അവളുടെ അമ്മാവനും വന്നോട്ടെ.
സന്തോഷം ആഗ്രഹിക്കാത്തത്. പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. ലോകം അറിയപ്പെടുന്ന നായക നടനാവണം. അതിസുന്ദരിയായ ഒരു പെണ്ണിനെ പ്രേമിച്ച് കിട്ടും. ഒരു വെട്ടിൻ്റെ വ്യത്യാസമുള്ളൂ. പല്ലും കൂടി കളയാം. ഈ ചെറുക്കനൊക്കെ എന്തോരം കുത്തിവെച്ചാലും ഒടുക്കത്തെ ഗ്ലാമറാ നീ. എൻ്റെ മണിച്ചേട്ടാ, ധനുഷേട്ടാ, രജനി ചേട്ടായി, നിങ്ങളെയൊക്കെ കണ്ടിട്ടാ ഞാൻ ഇറങ്ങിയേക്കണേ. കാത്തോളണേ. പക്ഷെ ആഗ്രഹം കൊണ്ട് മാത്രം ഒരാൾ നടനാവില്ല. അതൊക്കെ എനിക്കറിയാം സർ. A for acting, C for concentration, T for timing, അതൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. വായനയും കൊള്ളാം. പക്ഷെ നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നല്ല നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ, സുഹൃത്തുക്കളെ, ശത്രുക്കളെ പരിചയം പോലും പഠിക്കാനുള്ള മനസ്സുണ്ടാവണം. അതൊക്കെ അവതരിപ്പിക്കാനുള്ള പ്രതിഭയുണ്ടാവണം. അതുണ്ട് സർ. മോഹൻ, നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. അത് ഞങ്ങൾ മാത്രം ആഗ്രഹിച്ചാൽ പോരാ, നിങ്ങളും കൂടെ വിചാരിക്കണം. ദാസ്ബ, ഞാൻ ഇറങ്ങാട്ടോ. ഓക്കെ എന്നാ. നല്ല കാര്യത്തിന് പോന്നിരിച്ചിട്ട് പുറകിന്ന് വിളിക്കാൻ ഞാൻ. ബെസ്റ്റ്. എന്റെ കനി നീയല്ലോ കണി. ഇതിലും വേറെ നീ പുറയെന്ന് വിളിക്കണമായിരുന്നു. ഇന്ന് അങ്ങോട്ട് പോവാ? അടിമാലിക്ക് അവിടെ ഒരു ഷൂട്ടിംഗ് നടക്കണ്ട്. ഈ ബുള്ളറ്റിലാണ് അടിമാലിക്ക് പോകുന്നത്? ബുള്ളറ്റ് ഞാൻ ദാസപ്പന്റെ വീട്ടിൽ വെച്ചിട്ട് അവന്റെ ബെൻസിന് പോകോളാം. എന്നാ പിന്നെ ഞാൻ ആ എംബ്രോയിഡറി ചെയ്ത ഷർട്ട് ഇട്ട് പോകാൻ മേലായിരുന്നോ? അതിട്ട് പോയി ഉറപ്പായിട്ടും ചാൻസ് കിട്ടും. ഏത്? ആ ഓലമടലിന്റെ പടം തുന്നി പിടിപ്പിച്ച ഷർട്ടാ. ഓലമടലോ? അത് മയിൽപീലിയാ. എന്റെ കനി, നിന്റെ മയിൽപീലി സമ്പൂർണ്ണ പരാജയട്ടോ. നിന്റെ എംബ്രോയിഡറി ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് ചാൻസ് കിട്ടിക്കോളും. നീ പോയേ. ഓ പിന്നെ ഈ മോദം വെച്ചങ്ങ് ചെല്ലേ, ഇപ്പൊ കിട്ടും. ഈ പറയണ ആൾ എന്നാ ഗ്ലാമറാ. എടി പല്ലിൽ കമ്പ്യൂട്ടർ കുറെ ആളായില്ലേ, ഇതെന്നാ വാർക്കണേ. അതിന് എനിക്ക് സിനിമയിലൊന്നും അഭിനയിക്കണ്ട. ഇയാള് കുറെ നാളായല്ലോ ഇപ്പൊ നായകനാകുന്നു പറയുന്നു. എന്നിട്ട് എന്തിയേ? അങ്ങനെ പെട്ടെന്ന് നായകനാകാൻ ഞാൻ മമ്മൂട്ടിയുടെ മോനല്ല, ഒരു സാധാ ചുമട്ടുലാരുടെ മോനാ. അതെ, ദുൽഖറിന്റെ വാപ്പ മാത്രമേ സിനിമാ നടനായിരുന്നുള്ളൂ. മമ്മൂട്ടിയുടെ വാപ്പ സിനിമാ നടനല്ലായിരുന്നു. നീ പോടി തീപ്പെട്ടി കൊള്ളി. ചേട്ടാ ഓക്കെ ആണല്ലേ? എല്ലാം ഓക്കെയാണ്. നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. കുഴപ്പമില്ല. എടാ ഒരു കുഴപ്പമില്ലെന്ന്. ആ അടുത്ത ആള് കയറ്. കട്ടിംഗ് ആണോ ഷേവിംഗ് ആണോ? കട്ടിംഗ്. ഒന്നുകൂടി നോക്കിയേട്ടാ, ശരിക്കും നോക്കി. സുധീറേ, എടാ എല്ലാം ഓക്കെ ആയി. എടാ 8 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. മുഹൂർത്തം തെറ്റി നീ മണ്ഡപത്തിലേക്ക് ചെല്ലുന്നേ. ചേട്ടാ ആദ്യമായിട്ട് കല്യാണം കഴിക്കണേ, വീഡിയോ ഒക്കെ ഉള്ളതുകൊണ്ടേ അങ്ങനെ ഒരു സംഭവം. ചേട്ടത് മൂക്കിലൊരു രോമതുണ്ടല്ലോ. ഇവ മെനക്കേടാക്കും. എവിടെ മൂക്കിൽ അവന്റെ അയ്യോ അയ്യോ, എന്റെ മൂക്കിന്റെ പാലം കട്ടായി. അയ്യോ എന്റെ കല്യാണം, എന്റെ കല്യാണം, എന്റെ മൂക്കിന്റെ പാലം. അയ്യോ എന്റെ മൂക്കിന്റെ പാലം കട്ടായി. അയ്യോ എന്റെ കല്യാണം. അയ്യോ അതെന്നത് ഒരു രക്തചന്ദന ഫേഷ്യൽ ചെയ്തതാ. ആള് സുന്ദരനായി. ചേട്ടാ ആ ഗോൾഡൻ ഫേഷ്യലിന്റെ പാക്ക് വന്നായിരുന്നോ? നല്ല ഒന്നാം തരം പപ്പായ ഫേഷ്യലിംഗ് ഉണ്ട്. പക്ഷെ 1500 രൂപ. 1500? ആ, വെളുക്കണമെങ്കിൽ മതി. സാറിന് ഞാൻ ശനിയാഴ്ച പൈസ ഒപ്പിച്ചിട്ട് വരാം. ഓ ആ, പുഴയ്ക്കും പേഷ്യൽ കാക്കവത്തിക്കൊണ്ട് പോകും. അല്ലെങ്കിൽ തന്നെ ഇവനൊക്കെ എന്നാ പേഷ്യൽ ചെയ്തിട്ട് എന്നാ കാര്യമാണ്. കട്ടപ്പനയിലെ ഋത്തിക് റോഷന് എങ്ങോട്ടാണോ? മറ്റേ അമ്മൂമ്മയ്ക്ക് കുടിയോട്ട വല്ല റബ്ബർ വെട്ടാൻ പോകണ്ടവനൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ നടക്കും. കട്ടപ്പനയുടെ മാനം കളയാൻ വേണ്ടിട്ട്. ചേട്ടാ 2 രതീഷ്. എന്നാന്ന്? 2 രതീഷേ.
അയ്യോ ഉപദേശിത്തുള്ള എന്തായി ജോലി വല്ലതും ആയാ? വെറുതെ ഈ സിനിമയുടെ പുറകെ നടക്കാതെ ഏതെങ്കിലും ടെസ്റ്റ് എഴുതി എവിടെയെങ്കിലും കേറാൻ നോക്ക്. എന്റെ ചേച്ചി ഈ ഷാറുഖ് ഖാനും സൽമാൻ ഖാനൊക്കെ ചെയ്യണം അതേ ജോലി തന്നെ ഞാനും ചെയ്യണേ. ഷാരുഖാനായാലും അമിതാഭ് ബച്ചനായാലും എന്റെ മോളെ കെട്ടാൻ വന്ന സർക്കാർ ജോലി ഇല്ലെങ്കിൽ ഞാൻ കെട്ടിച്ചു കൊടുക്കൂല. ആ ഷാരുഖാനൊക്കെ ഇങ്ങോട്ട് വരട്ടെ, സർക്കാർ ജോലി ഇല്ലണ്ട്. ഷാറുഖ് ഖാനൊക്കെ സർക്കാർ ജോലിയോ? അച്ഛാ ഇംഗ്ലീഷ്. Oh, sorry, Daddy. In maths, what do you mean by LCM and HCF? മലയാളം. ഈ ലസാഗുസായ എന്നാണെന്ന്? ഒന്ന് പോടാ ചേർക്ക. ഈ ലസാഗു ഉസാഗു ഒക്കെ പഠിച്ച് ജീവിതത്തിൽ രക്ഷപ്പെട്ട ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നലെ നിന്റെ ഒരു സിനിമ TV കണ്ടായിരുന്നു, കൊള്ളാം. പക്ഷെ അതിലും കള്ളനായിരുന്നല്ലോ. ഈ മോഹൻലാലിന് കേണൽ പദവി കിട്ടിയതേ 2-3 പടത്തിൽ കേണലായിട്ട് അഭിനയിച്ചപ്പോഴാ. അതുപോലെ നിനക്ക് വല്ല ആസ്ഥാന കള്ളപ്പദവി കിട്ടുപോടാ. വിജയൻ ചേട്ടാ, കുന്തിരിക്ക് എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത് കേട്ടോ. എടാ നിനക്ക് വേറെ പണിയില്ലേ ഈ എന്റെ സൽവാനക്കായിട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ? ആ നേരത്തെ നിനക്ക് എന്റെ വണ്ടി കഴുകിയിടായിരുന്നില്ലേ? പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് ഇവരെ കളിയാക്കരുന്നു. ഇനി മേലിൽ ഇവരെ കളിയാക്കി ഞാൻ വല്ല ട്രോളുകാർക്കും പിടിച്ചു കൊടുക്കും. അവര് ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഇട്ട് നശിപ്പിച്ചു കളയും. പിടിച്ചു കൊടുക്കട്ടെ, പിടിച്ചു കൊടുക്കട്ടെ എന്ന്. അമ്മ ഞാൻ പോണോട്ടാ. സഹോ ആളൊരു പരാജയമാണെങ്കിലും നിന്റെ അച്ഛനൊരു പാവാട്ടോ. പാവം അമ്മനെ ഓർത്തിട്ട് ഞാൻ പിടിച്ചിടിക്കാത്തത്. വല്ല വാഴയും വെച്ചാ മതിയായിരുന്നു. ഇവരൊക്കെ ഏത് മറ്റം വണ്ടിയുടെ ഒരു സൈഡ് പോയാനെ അവൻ എന്നോട് കാണിച്ച നീ ചോദിക്കടാ. ഇവരൊക്കെ ആരെവിടെ നോക്കിട്ട് വണ്ടി ഓടിക്കണം കാണിച്ചു കൊടുക്കാൻ ഡയറക്ടർ ജെയിംസ് ആന്റണി സാറല്ലേ? അതിന് കളി ജെയിംസ് ബോണ്ടൊന്നും ഇങ്ങനെ വളക്കാനിട്ട്. ഈ പുള്ളി എന്താ കട്ടപ്പനയില് ചിലപ്പോ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ വന്നായിരിക്കും. ഈ സാറിന്റെ ഒക്കെ പടത്തിനൊരു ചാൻസ് കിട്ടിയാണ്ടല്ലോ ഞാൻ രക്ഷപ്പെട്ടു. എന്നാ ചെന്ന് ചോദിക്കടാ. ഇപ്പൊ ഫാമിലി ഒക്കെ ഉണ്ട്, ഇപ്പൊ വേണ്ട. ഫാമിലി ഒക്കെ ഉള്ളപ്പോഴല്ലേ ചോദിക്കണത്. ഫാമിലിയുടെ മുന്നിൽ വെച്ചൊരു ചാൻസ് വെച്ച് ആർക്കും തരാതിരിക്കാൻ പറ്റില്ല. അപ്പൊ നിന്നെ അയാൾ മറക്കേയില്ല. അത് ചിലപ്പോ ഇഷ്ടാവില്ല, വേണ്ട. എന്റെ സഹോദരൻ നിമിത്തൊരിക്കും ചിലപ്പോ നമ്മളിവിടെ വരാൻ അയാളെ കാണാനൊക്കെ പറ്റിയത്. ചാൻസ് വെച്ചാൽ കിട്ടും. ഞാനല്ലേ പറയണത്. ഞാൻ പറഞ്ഞു തന്നവരെ തെറ്റിയിട്ടുണ്ടാ. നീ ചെല്ല്, നീ പോയി ചാൻസ് ചോദിക്ക്. ചെല്ലടാ. സർ ഓക്കെ സർ. ജെസ്സി, I need divorce. ജെസ്സി, നീ ഇത്ര സില്ലി ആവരുത്. നിനക്കറിയില്ലേ, ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ പ്രൊഫഷൻ. യെസ്, എനിക്കതറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്നത് ഐ നീഡ് ഡിവോഴ്സ്. ഫോർ ഗോഡ്സ് സേക്ക്, ഷീ ഈസ് മൈ ഫ്രണ്ട്. ദാറ്റ്സ് ഓൾ. ഫ്രണ്ട്? ഞാൻ നിങ്ങളുടെ ഫ്രണ്ട് ആയിരുന്നല്ലോ. ജെസ്സി, ജെയിംസ്, സ്റ്റോപ്പ് ദിസ്. എന്റെ മുമ്പിൽ നിങ്ങളൊരു നാടകം കളിക്കണ്ട. ഐ നോ എവരിത്തിങ്. സാർ ഞാൻ നന്നായിട്ട് അഭിനയിക്കും സാർ. വാട്ട്? പോക്കിരി രാജ, പൊന്നരയും പൊട്ടാസ് ബോംബ് ഇതിലൊക്കെ ചെറിയ വേഷത്തിലാണെങ്കിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സാറിന്റെ അടുത്ത പടത്തിലൊരു വേഷം തന്നെങ്കിൽ പോയിരിക്കും ഞാൻ. നീ ആരാടാ കോപ്പേ? നിനക്ക് കോമൺ സെൻസ് ഉണ്ടോടാ ഇഡിയറ്റ്? ഞങ്ങൾ സിനിമാക്കാരും മനുഷ്യരാ. വീടും കുടുംബവും പ്രശ്നങ്ങളും ഒക്കെ ഉള്ള സാധാരണ മനുഷ്യര്. മനസ്സിലാക്കില്ല, ഒരാളും മനസ്സിലാക്കില്ല. ഓ, കുടുംബം കാരണം പ്രൊഫഷനിൽ പ്രശ്നം, പ്രൊഫഷൻ കാരണം കുടുംബത്തിൽ പ്രശ്നം. ഒരാൾ ഒന്നും മനസ്സിലാക്കില്ല. അതിനിടയിലാണ് അവന്റെ അമ്മൂമ്മയുടെ ചാൻസ്. എടാ, നിനക്ക് എന്റെ പടത്തിൽ നിന്നല്ല മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ ചാൻസ് ഇല്ല. അണ്ടർസ്റ്റാൻഡ്? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? Get out! ഔചിത്യം 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 എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഇത് ഒരു ഫാമിലി, അവര് ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങനെ വർത്താനം പറഞ്ഞിരിക്കണേന്റെ എവിടെ കയറി ചാൻസ് വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? സെൻസ് ഉള്ള ആരെങ്കിലും ചോദിക്കോ? നിങ്ങൾ ചോദിക്കോ? നീ ചോദിക്കോ? പക്ഷെ അവന് വന്നല്ലോ. എപ്പോ വന്നായിരുന്നു? എന്താ കാണില്ലേ? ഇപ്പൊ വരാം. ഞാൻ ആ വാക്കത്തി ഒന്ന് എടുത്തോണ്ട് പറ്റേ. തമാശരിക്കുള്ളൂ. അതിനുള്ള വിവരമൊന്നും ഇല്ല. എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ?
ആകെയുള്ളൊരു തൊട്ടി കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. കാലിൽ കുഴുന്നകുത്തിയന്റെ പേരില് പഞ്ചായത്തിൽ വികലാംഗ പെൻഷൻ അപേക്ഷിച്ച വിജയന്റെ മോനുള്ള നീ. നിന്റെ കൂടെ നടന്നാൽ അവൻ ഒരു കാലത്തും രക്ഷപ്പെടില്ല. അങ്ങനെയൊന്നുമില്ല, കിച്ചുവേട്ടന് നല്ലൊരു വേഷം കിട്ടും. എനിക്ക് തോന്നുന്നില്ല, കാരണം ഫോട്ടോജനിക്കാണ്. എന്താണ് ഈ ഫോട്ടോ എടുക്കാൻ മാത്രം ജനിച്ചവര് അവനിക്കാറുകൂടാ. എന്നാ പറഞ്ഞാലും ആ പാവത്തിനെ മെക്കിട്ട് കറിക്കണം. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ പാത്രത്തിൽ തട്ടി പണ്ട് ഞാൻ ജയിലിൽ കിടന്ന് അറിയിച്ച കാര്യം ഓർപ്പിക്കരുത്. എന്ത് കഴിക്കാനായാലും എന്തായി മനുഷ്യനെ പേടിപ്പിച്ചിട്ടാ കഴിക്കാൻ വിളിക്കണത്? അയ്യോ, ഞാൻ അതിന്റെ കാര്യം മറന്നുപോയി. നീ വലുത് കഴിച്ചായിരുന്നോ? ഇല്ലില്ല, കഴിച്ചില്ല. ഓ, ആമ്പിള്ളേർ ഈ പ്രായത്തിൽ വിശന്നിരിക്കാൻ പാടില്ല. ആണല്ലേ? വീട്ടിൽ പോയി വല്ല കഴിക്കാൻ നോക്കടാ. മനുഷ്യനെ തിന്നാൻ ഉണ്ടാക്കി നോക്കിട്ട് കല്യാണം പോലും വിളിക്കാത്ത പട്ടികളൊക്കെയാ ക്യാൻഡി ക്രഷ് കളിക്കാൻ വിളിക്കണേ. ഓടാ, ഇയാളെ മമ്മൂട്ടിയുടെ കൂടെ ഏതെങ്കിലും പടത്തിലുണ്ടായിരുന്നോ? ഓ, മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കൂല. ആരാണ് ഇപ്പൊ ഈ നട്ടപ്പാരൊക്കെ? ഓ, ആരാച്ചായി? ആരാണെന്ന് ആർക്കറിയാം. താൻ പറഞ്ഞത് ശരിയാ, ആ മമ്മൂട്ടിയുടെ പടത്തിൽ അവൻ തന്നെ ആയിരുന്നു. ബെറ്റ് വെച്ച 100 രൂപ. മാടമ്പിള്ളിയിലെ ആ ചിത്തരോഗി ഇയാളുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടല്ലേ? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലും പുകവലിക്ക് വലിയ വില. ഹലോ ഹലോ ഹലോ. എടാ സോറിയട്ടാ. എന്ത്? എടാ സോറിയടാ, ക്ഷമിക്ക്. എന്നാടാ ഈ പാതിരാത്രിക്ക്? എടാ നീ കുറച്ച് നാൾ ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിനൊക്കെ പോയല്ലേ? എനിക്ക് ഇംഗ്ലീഷ് മെസ്സേജിന്റെ അർത്ഥം എന്ന് പറഞ്ഞോടാ. അതെ, ഗോ ടു ഹെൽ യു ബാസ്റ്റാർഡ് ഡോണ്ട് എവർ മസാജ് മീ അഗൈൻ. ദിസ് ഈസ് ദി ലാസ്റ്റ് വാർണിംഗ്. എന്ന് വെച്ചാ എന്താടാ? വല്ല നരത്തിലോട്ടും പോടാ തന്തയില്ലാത്തവനെ. എടാ നിനക്ക് അർത്ഥം പറഞ്ഞു തരാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതിട്ടാ. പാതിരാത്രിക്ക് എന്റെ തന്ത കുളിച്ചോണ്ടല്ലോ. എടാ ഞാൻ ഇതിന്റെ അർത്ഥം പറഞ്ഞാ നീ, ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്, ഇനി മേലെ മെസ്സേജ് അയക്കരുതെന്ന്. ആഹാ, അതാണ് അതിന്റെ അർത്ഥം. ആ, നിനക്കിത് ആരയച്ചതാ? ഹലോ, കട്ട് ചെയ്താത്തേണ്ടി. നമ്മളെ ഒന്നും ചീത്ത വിളിക്കാൻ പോലും ഒരു പെൺകുച്ചില്ലല്ലോ ദൈവമേ. Well waited for Iniesta, wants the return. എന്താ പല്ലടിക്കണത്? കളി കളിക്കുന്ന 15 മിനിറ്റ് അല്ല, 77 ഗോൾ അടിച്ചിട്ടേ ഞാൻ. എടാ ഇന്ന് ഫുട്ബോളിന് സെഞ്ചുറി അടിക്കും. പോടാ 78 ഗോൾ അടിച്ചിട്ട് സോറി, ഞാൻ പാസ് നട കേട്ടത്. ആൻമരിയ നല്ല കാശുള്ള കുടുംബത്തിലെ പെങ്കൊച്ച. അച്ഛൻ ദുബായില, അമ്മ വൈഫ് ഹൗസ്. പിന്നെ ഒരു ആങ്ങളെ ചെറുക്കനുണ്ട്, അവൻ ഫുൾ ടൈം ജിമ്മില. എടാ നീ ജിമ്മിനാന്ന് ഓർത്ത് നീ പേടിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല.
അവൻ ഈ സിനിമാടിവരെ കെട്ടാനുള്ള കോഴ്സ് പഠിക്കുന്ന പരമ വിഡ്ഢിയാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അവക്കൊക്കെ വലിയ ഗ്ലാമർ ഉള്ളവരൊക്കെ പിടിക്കുള്ളായിരിക്കും. പിന്നെ എന്നിട്ട് ഞങ്ങളെ പോലുള്ളവർക്ക് മാത്രമാണ് പെണ്ണ് കിട്ടുന്നത്. നിനക്കും കിട്ടൂടാ സഹോ. ജെയിംസ് ആന്റണി സാറിന്റെ പടം ഇറങ്ങിയ പിന്നെ നീ ആരാ? നീ ആരാ? എടാ അപ്പൊ പിന്നെ നിന്റെ പുറകെ പെമ്പിള്ളേർ ക്യൂ ആയിരിക്കും. ആ ക്യൂവിൽ പൊരുവേലത്തെ പെങ്കൊച്ചിനെ കൊണ്ട് നിർത്തേണ്ട വല്ല കാര്യമുണ്ടോ? എന്നാ പിന്നെ നോക്കാല്ലേ. പിന്നെ അല്ലാതെ അവള് ഡെയിലി 4 മണിക്ക് വയലിൻ ക്ലാസ്സിൽ പോകും. ആ വയലിൻ പഠിക്കണ്ടല്ലേ? അത് അവളെ കണ്ടപ്പോ ഒരു വയലിൻ ഗ്രൂപ്പ് കൂടെ ഉണ്ടായിരുന്നു. നീയും നിന്റെ വയലിൻകാരും കൂടി 4 മണിക്ക് ബസ് സ്റ്റോപ്പിൽ ചെന്ന് ട്യൂൺ ചെയ്താൽ മതി. അവിടെ ആകുമ്പോ സേഫ് ആണ്. അപ്പൊ നീ വന്നല്ലേ? ഏയ് എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. ചിലപ്പോ അഡ്മിറ്റ് ആവേണ്ടി വരും. അതിന് നിനക്കെന്നാ പറ്റിയ? നീ കടിക്കണ പട്ടി. അളിയ ആളിയണി മോന്തേം വെച്ച് അങ്ങോട്ട് പോയിട്ട് എന്നാ കാണിക്കാനാ? മാറിക്കേ, പോയെ പോയെ. പതിവില്ലാതെ ഇന്ന് രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ. എന്നാ പറ്റി? എന്റെ പേര് ദാസപ്പൻ എന്നാണ്. തന്തേ തല്ലി ദാസപ്പൻ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്. പോയെന്നു. ഓ, നിങ്ങളുടെ സന്തോഷത്തിൽ ഞാൻ ഇടപെടുന്നില്ലേ. എൻജോയ് എൻജോയ്. എന്നാടി കുറച്ച് പുഴമീൻ ആദ്യം പോയി പാത്രം കഴുകി വെക്ക്, എന്നിട്ട് മീൻ കറി വെച്ചാൽ മതി. മീൻ വാങ്ങണ്ടായിരുന്നു. എന്റെ സഹോ, നീ ഇങ്ങനെ വിഷമിക്കാതിരി. അവന്മാരെ ഇഷ്ടപ്പെട്ടുണ്ടാവൂലടാ. അവള് നോക്കുമ്പോ നീ ആരാ? നീ ആരാ? ആരാ? എടാ നീ അവന്മാരെയൊക്കെ ഒന്ന് കാണായിരുന്നു. നല്ല ഹൈറ്റും വെയിറ്റും ബോഡിയും ഒടുക്കത്തെ കളറും ഒടുക്കത്തെ ഗ്ലാമറും. ഞാൻ അവന്മാരുടെ ഇടയിൽ നിന്നിട്ട് അവളെനിക്ക് ചില്ലറ പൈസ എറിഞ്ഞാൽ ഭാഗ്യം. അതും ശരിയാ. എന്നാ ശരിയാന്ന്? അപ്പൊ ഞാൻ എന്നെ പിച്ചക്കാരനോ? നീ തന്നെയല്ലേ പറഞ്ഞത്? അത് നീ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് പറഞ്ഞല്ലേ? ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ടാണാ? ഇവിടെ ജെയിംസ് സാറിന്റെ പടം ഇറങ്ങിയ പിന്നെ നീ ആരാ? നീ പോടെ കോപ്പേ. ഒന്നാമത് നിനക്ക് ഭയങ്കര ചൂടാണ്. അതെന്താണെന്നറിയാമോ? നീ ഭയങ്കര മൂഡ് ഔട്ടാണ്. നമുക്ക് പുറത്തേക്ക് പോയി ഒന്ന് കറങ്ങി വരാൻ നേരത്തില്ലേ നിന്റെ ഈ മൂടൊക്കെ മാറും. എനിക്കൊരു കല്യാണമുണ്ട്, വാ നമുക്ക് അവിടെ പോയിട്ട് വരാം. ഞാനങ്ങൂല്ല, എന്നെ വിളിക്കാത്തല്ലായിരുന്നു ഞാൻ വരില്ല. സഹോ, ഞാൻ വിളിക്കുന്നു, നീ എൻ്റെ കൂടെ വരുന്നു. ഏത് കല്യാണത്തിനും കാണാം കുറെ ഓയോയും കൂളിംഗ് ഗ്ലാസും. ഇവന്മാർക്ക് പാനിയില്ലേ? ഇവരൊന്നും കല്യാണം വിളിക്കരുന്നേ. ദേടെ ഒരുത്ത ഹനുമാൻ മരുത്തോമല കൊണ്ടോണോണ്ടാ. ഇവനൊക്കെ ഉണ്ട് കല്യാണം വരുന്ന ശാപം എന്ന് പറയണത്. ഇവന്മാരെയൊക്കെ നിരോധിക്കണം. ദാസപ്പ നോക്കടാ, പിള്ളേരൊക്കെ എന്നെ തിരിച്ചറിയണ്ടല്ലേ. ഹലോ, എവിടെ ഈ ഫാൻസിന്റെ ഒരു കാര്യം, ഒരു ഫോട്ടോ. ആ ഓക്കെ. പെട്ടെന്ന് എടുക്കില്ലെങ്കിൽ ആള് കൂടും. നടുക്ക് ഞെക്കിയാ മതി. ഇതിന്റെ നടുക്ക് ഞെക്കിയാ മതിന്ന്. ഈ ആർച്ചേ ചേട്ടാ, ഈ ആർച്ച് കറക്റ്റ് ആയിട്ട് കിട്ടണം. ആർച്ച് ഫുൾ ആയിട്ട് ഞങ്ങൾ 3 പേര് എടുത്തു തരാനായിരുന്നല്ലേ? ചേട്ടാ 3 പേരെയും കിട്ടണേ. റെഡി. അപ്പൊ ശരിയാക്കി തരാട്ടോ. ഓക്കെ കുറച്ചും കൂടെ നീങ്ങി. ഒന്ന് കുനിഞ്ഞേക്ക്, കുറച്ച് ചിഹ്നം. ആ ഓക്കെ. താങ്ക് യു. എവിടെ നോക്കട്ടെ. പോടാവേ. ഫോട്ടോന്നുമില്ലല്ലേ? ചേട്ടാ ഈ സിനിമയിലൊക്കെ ഉള്ളതല്ലേ? അതെ. ഇപ്പൊ ഏതാ പുതിയ പടമൊന്നുമില്ലേ? ഇല്ല, തുടങ്ങാൻ പോണുള്ളൂ അടുത്ത മാസം. ചേട്ടാ ഈ റോയ്സിന്റെ ഫ്രണ്ട് ആണോ? ആരുടെ? ഈ ചെക്കന്റെ. അല്ല, എന്റെ ഫ്രണ്ടിന്റെ ഫ്രണ്ടാ ചെക്കൻ. ഇവന്റെയൊക്കെ സ്ഥിരം പരിപാടിയാണ് വിളിക്കാത്ത കല്യാണത്തിന് വന്ന് തിന്നിട്ടു നാണം കെട്ടവൻ. ഇവന്റെ കൂടെ വേറെ ആരെങ്കിലും ഒക്കെ കാണും. എല്ലാത്തിനെയും പിടിച്ച് പുറത്താക്കടാ.
എന്തോ നിന്നെ പോലും വിളിക്കാത്ത കല്യാണത്തെ എന്നെയും കൂടി വിളിച്ചോണ്ട് പോയി നാറ്റിച്ച് എന്തിനാടാ? എന്റെ സഹോ, നിനക്കിത് ആദ്യമായതുകൊണ്ടാണ്. എന്നെ പോലെ 100 വിളിക്കാത്ത കല്യാണം കൂടി കഴിഞ്ഞാണ്ടല്ല ഇതൊക്കെ അങ്ങോട്ട് മാറും. നിന്നെ ഞാൻ കൊണ്ടുപോടാ കല്യാണത്തിന്. ഇവിടെ കോപ്പ ഇവിടെ ഇപ്പൊ അതാണ് മാറ്റർ. ആ പെങ്കൊച്ചിന്റെ മുമ്പിൽ എനിക്ക് പുല്ല് വിലായിരിക്കും. നീ അതാ അടിച്ചേ ടച്ചിങ്സ്. ഇതെന്താ ഇത്? ലിവർ സിറോസിന്റെ ഗുളിക പിടിച്ചതാണ്. എടാ ഇതൊക്കെ അടിക്കാൻ നേരത്ത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ഗുളിക കഴിക്കേണ്ടി വരും. അപ്പൊ ഇപ്പൊ തന്നെ ടച്ചിങ്സ് ആയിട്ട് വെച്ചാൽ കുഴപ്പമില്ലല്ലോ. നിന്റെ കരളെന്ന് പറഞ്ഞാൽ എന്റെ ചങ്കലടാ. എന്നാ ചിയേഴ്സ്. സഹോ, ഇത് ഞാൻ കുടിച്ചിട്ട് പറയണല്ല കേട്ടോ. ആ ഇത് ഫിറ്റായവന്മാര് പറയണ ഫസ്റ്റ് ഡയലോഗാണ്. സത്യം പറഞ്ഞാ നീ ദൈവാടാ. അത് നീ ദൈവാ. ഏറെക്കുറെ. പിന്നെ നീ ഇത് ആരോടും പറയുന്നു വേണ്ട കേട്ടോ. ഈ നാട്ടുകാർ പട്ടികളാരും വിശ്വസിക്കാൻ പാടില്ല ഞാൻ ദൈവം എന്നൊക്കെ. നീ മനസ്സിൽ വെച്ചാൽ മതി. അതൊക്കെ അത്രേ ഉള്ളൂ. എന്താ മേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇപ്പൊ തന്നെ വരാം. വെച്ചോ വെച്ചോ, ഞാൻ വരാന്ന് പറഞ്ഞില്ലേ. ഇപ്പൊ തന്നെ ചോറുന്നില്ല ഞാൻ ചത്തൊന്നും പോകില്ലോ. വെച്ചമ്മന്നു കണ്ണി കണ്ട പെൺപിള്ളേരൊക്കെ ഏത് പാരാത്തിൽ വിളിച്ചാലും നിനക്കൊക്കെ സൊള്ളാൻ സമയമുണ്ട്. സ്വന്തം അമ്മ വിളിച്ചാൽ 2 മിനിറ്റ് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ തിരക്കും ബഹളവും ദേഷ്യവും. എന്തിനാണ് അതിപ്പോ അമ്മ വിളിക്കുമ്പോൾ ദേഷ്യപ്പെടണേ? സഹോ, ഞാനെന്നല്ല എല്ലാ മക്കളും അമ്മമാരോട് ദേഷ്യപ്പെടും. എന്താ കാര്യം? എടാ നമ്മളെ വിട്ട് പോകില്ലെന്ന് നമുക്ക് ഉറപ്പുള്ള ഒറ്റ ആളേ ഉള്ളൂ. അത് നമ്മുടെ അമ്മയാണ്. സഹോ, അത് നിന്റെ അമ്മ എപ്പോഴും കൂടെ ഉള്ളതുകൊണ്ട് തോന്നണാട്ടോ. അമ്മ ഇല്ലാണ്ടായാ പിന്നെ അമ്മയൊന്നും വിളിക്കാൻ കൊതിക്കും. ശരി. അപ്പൊ ആ വിളിയേക്കാൻ ആരും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. അത് ഭയങ്കര സങ്കടാടാ. എനിക്ക് ഒരു പ്രാവശ്യം പോലും വിളിക്കാൻ പറ്റിയിട്ടില്ല. നീ നിന്റെ അമ്മോട് ചൂടാവില്ലടാ ദാസപ്പാ. സാധനോടെ പട്ടി നീ എടുത്ത് കുടിച്ചത് എവിടെ പോയി മേടിക്കാനാണ്? ആര് തരാനാണ്? അവന്റെ അമ്മമ്മയുടെ സെന്റിമെന്റ്.